ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നസ്രത്ത് പള്ളിയാണ്. നസ്രത്തിലെ മംഗളവാർത്ത ചർച്ചാണിത്. ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത സന്ദേശം നൽകുന്ന ആ മാതാവിന്റെ ഭവനം എന്ന മനോഹരമായ ഒരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയിൽ ഒരിക്കൽ കൂടി എനിക്ക് വരാൻ സാധിച്ചു. അപ്പോൾ ക്രിസ്മസിനായി അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ അൾത്താരയാണ്. ഇവിടെ വെച്ചാണ് ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത സന്ദേശം നൽകിയ ആ ഭാഗമാണത്. അപ്പം ഇവിടെ വചനം മാംസമായി എന്ന് അതിൽ ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് ആ മധുബഹയിൽ കാണുന്നത്. അപ്പം ഇവിടെ എനിക്ക് ഒരിക്കൽ കൂടി വരുവാൻ സാധിച്ചു. അപ്പം ഈ പള്ളിയുടെ വിശദമായിട്ടുള്ള നസ്രത്ത് പള്ളിയുടെ വിശദമായ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണേണ്ടവർക്ക് അത് കയറി കാണാവുന്നതാണ്. ഇത് പള്ളിയുടെ മുറ്റമാണ്. മുറ്റം മനോഹരമായ ടൈൽസ് കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു. ഇത് ഈശോയുടെ കൈകളാണ്, ആണിപ്പഴുതുകൾ കാണുന്ന ഈശോയുടെ കൈകളാണ് അവിടെ കണ്ടത്. ഇത് LED ബൾബ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു പുൽക്കൂടാണ്. ഔസേപ്പിതാവും മാതാവും ഉണ്ണിയേശുവും നക്ഷത്രവും ഒക്കെ ആയിട്ട്. ഇത് ഞാൻ പകല് വന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. രാത്രി ക്രിസ്മസിൻ്റെ അന്ന് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിരുന്നതാണ്. എനിക്കന്ന് വരാൻ സാധിച്ചില്ല. ഞാൻ ബെത്ലഹേമിലാണെന്ന് പോയത്. അതുകൊണ്ട് ബെത്ലഹേമിൽ പോയി. അപ്പോൾ ആ ബെത്ലഹേമിലെ കാഴ്ചകളും വിശേഷങ്ങളും വിശദമായി ഞാൻ അതും വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണേണ്ടവർക്ക് അത് കാണാവുന്നതാണ്. വളരെ അനുഗ്രഹപ്രദമായി ഇസ്രായേലിൽ വന്നിട്ട് ഈശോയുടെ നാട്ടിൽ ഈശോ ജനിച്ച സ്ഥലവും ഈശോ കളിച്ചു വളർന്ന നസ്രത്ത് എന്ന പട്ടണവും അവിടുത്തെ മാതാവിൻ്റെ ആ ഭവനവും ഒക്കെ വന്ന് കാണാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പിതാ മാതാവിൻ്റെ ഭവനമാണ്. അതിന് മുകളിലായിട്ടാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത്. അപ്പം അന്നത്തെ ആ ഭവനവും ആ ഭവനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുകളിലായിട്ടാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ കാഴ്ചകളൊക്കെയാണ്. ദേവാലയം മുറ്റത്തെ കുറച്ച് മനോഹരമായ റോസപ്പൂക്കളാണ്. നസ്രത്ത് പള്ളിയും പള്ളിയിലെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.